ഹായ്, നമസ്കാരം. ഇന്ന് നമുക്കിടയിൽ 90% വ്യക്തികളും അനുഭവിക്കുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ. അതുപോലെ തന്നെ താരൻ, മുടികൊഴിച്ചിൽ, ആകാലനര എന്ന പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഈ ഉറക്കമില്ലായ്മ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരമായാണ് നമ്മളിന്ന്, അതായത് തലയിൽ തേക്കാവുന്ന നല്ലൊരു എണ്ണ, ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് മരുന്നുകളുടെ കൂട്ടുകൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നു. ശുദ്ധമായ കൊപ്രയിൽ ആട്ടിയ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മരുന്നുകളുടെ കൂട്ടുകൾ വെളിച്ചെണ്ണയിൽ മിക്സ് ആകുന്നതിന് വേണ്ടി ഇളക്കി മറിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ പുറത്തു പോകുന്നില്ല എന്നത് അത്ഭുതകരമാണ്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വെളിച്ചെണ്ണ തിളച്ചു മറിയുമ്പോൾ ഒരു തുള്ളി പോലും പുറത്തു പോകുന്നില്ല എന്നതാണ്. ഇതിലെ കൂട്ടും മറ്റു കാര്യങ്ങളും ഇവർ തന്നെ നമുക്ക് വിവരിച്ചു തരും. ചട്ടി ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ ഈ മരുന്നുകൾ ഒഴിക്കുക, അരച്ചു വെച്ച മരുന്നുകൾ. അതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് നീലാമരി, കയ്യോന്നി, കീഴാർനെല്ലി, ബ്രഹ്മി, പിന്നെ കറ്റാർവാഴ, പിന്നെ ചെമ്പരത്തി, പിന്നെ മൈലാഞ്ചി, കറിവേപ്പില, പിന്നെ നെല്ലിക്ക. ഇതാണ് പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു 10-12 ഐറ്റംസ് വേറെയുണ്ട്. വെളിച്ചെണ്ണയും, ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മൾ കടയിൽ നിന്നൊന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ അല്ല ഇത് പിന്നെ നമ്മൾ കൊപ്പര ആട്ടിയെടുത്തിട്ട് എക്സ്പെല്ലറിൽ കൂടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ, അതിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. ആ, 2 ദിവസം 2 ദിവസം എത്തിച്ച് 3-ാമത്തെ ദിവസം നമ്മളിത് അരിച്ചെടുക്കും. അതായത് ആദ്യം ചളി ഭാഗം ആദ്യത്തെ ദിവസം, 2-ാമത്തെ ദിവസം മണൽ പരുവത്തിലാക്കി എടുക്കും, 3-ാമത്തെ ദിവസം ഒന്നുകൂടെ ചൂടാക്കി എണ്ണ മുഴുവനായിട്ട് അരിച്ചെടുക്കും. സേവനാഴിയാണ് ആ കാണുന്നത്. ഈ എണ്ണ സ്ഥിരമായിട്ട്, അതായത് തുടർച്ചയായിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങും നമുക്ക്. ഇപ്പോൾ മുടി കൊഴിച്ചിൽ, താരൻ, മുടി നന്നായിട്ട് വളരുക, അതേപോലെ ഈ തലനീരിറക്കം, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ ഫലപ്രദമാണ് ഈ എണ്ണ. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. പല എണ്ണകളും തേച്ച് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകും. ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ എണ്ണ തേക്കാം. എത്ര പ്രായം കൂടുതലുള്ള ആൾക്കാർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അലർജിയോ ചുമയോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ അങ്ങനത്തെ ഒന്നും ഇതിനില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ചില കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്, ഈ അലർജി ഇല്ലാതിരിക്കാനും ഈ ജലദോഷം ഇല്ലാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ എണ്ണയ്ക്കുണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കുന്നുമുണ്ട് ഇത്. പിന്നെ പൊതുവെ എല്ലാവരിൽ നിന്നും നല്ല റിസൾട്ടുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 8 വർഷത്തോളം ആയിരിക്കുന്ന ഈ എണ്ണ ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ഇപ്പോൾ ചില ഷോപ്പുകാർ ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മളോട്, പക്ഷേ അങ്ങനെ ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്താൽ ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ കിട്ടൂല. കാരണം കച്ചവടം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് സംശയാസ്പദമായിട്ട് അവർ വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു പണിക്കാരനെ വെച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ തന്നെ വീട്ടിൽ ഉള്ളവർ ഇത് തയ്യാറാക്കുന്നതാണ്. അതിൻ്റേതായ ശരിയായ ക്വാളിറ്റി തന്നെ ഉണ്ടാക്കും. ഒരു സാധനം പോലും അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് കിട്ടാതിരുന്നാൽ നമ്മളിത് ഉണ്ടാക്കില്ല എണ്ണ. ഈ എല്ലാ കണ്ടൻറ്റും ഒരുമിച്ച് കിട്ടുമ്പോഴാണ്
ഈ എണ്ണ ഉണ്ടാക്കാറുള്ളൂ ഞങ്ങൾ. അപ്പോൾ ചില ദിവസങ്ങൾ ഉദ്ദേശിച്ച ദിവസങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, ചിലപ്പോൾ 2-3 ദിവസം കഴിയും, എന്നിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ചില വ്യത്യാസങ്ങൾ നമ്മൾ വീട്ടിലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ട്. പിന്നെ കമ്പനിക്കാരെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമില്ല, അവർക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുന്ന ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ അങ്ങനെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചോളം അത്രേ വേണ്ടതുള്ളൂ. പക്ഷെ നമ്മളങ്ങനെയല്ല, എല്ലാ കണ്ടൻറ്റും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റ് നിങ്ങൾ അതിൻ്റെ അകത്ത് വായിക്കുന്നുണ്ടോ ആ കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതിൽ കൂടുതൽ ഇതിപ്പോൾ ടോട്ടലി ഒരു 21 ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൃത്യമായിട്ട് നമ്മളതിൻ്റെ യോഗമനുസരിച്ചാണ് അത് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇതുകൊണ്ടുള്ള ഒരു ഫലം കിട്ടുന്നത്. പിന്നെ കൃത്രിമമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഒരു നിറത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗുണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇത് ഇപ്പോൾ ഈ എണ്ണ നിങ്ങളിപ്പോൾ കണ്ട് ഇത് എന്തൊക്കെ ചേർത്തിട്ടാണെന്ന് നിങ്ങൾ കണ്ട്, നിങ്ങൾ ആ സാധനങ്ങളും കണ്ടിരിക്കുന്നു. അത് ചേർത്തിട്ട് തന്നെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ഇനി 3ൻ്റെ അന്ന് എണ്ണ അരിച്ചെടുക്കും ഇതുവരെ കൃത്യമായി. പിന്നെ ഇപ്പോഴത്തെ ചില ആൾക്കാർക്ക്, അതായത് ന്യൂ ജനറേഷൻ, അവർക്ക് ഒരു പെർഫ്യൂം ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അത് പെർഫ്യൂമില്ല, ഇത് എന്ത്, അവർ പഴയ കാച്ച എണ്ണ പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് സമ്മതം ചോദിച്ചിട്ട് തന്നെ നമ്മൾ ഒന്നുമില്ല ജാസ്മിനോ ചെമ്പകോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കും. അത് അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കും, അല്ലാത്തവർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ എണ്ണ കാച്ചെടുക്കുന്നത്. നമ്മൾ ഈ മരുന്നുണ്ടാക്കുമ്പോൾ ഈ മരുന്നുണ്ടാക്കുന്നതിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും, എന്നാലാണ് നമുക്കിത് അറിഞ്ഞ് കിട്ടുള്ളൂ. ആ മരുന്നും വെള്ളവും കൂടെ നമ്മൾ ഇതിലൊഴിച്ച് കൊടുക്കും, വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതിൽ നിന്നിട്ട് വരുന്നതായ വെള്ളം തിളച്ച് ഈ വെളിച്ചെണ്ണ ഇതും കൂടെ തിളച്ച് വന്നെങ്കിലാണ് ആ വെള്ളം നമ്മൾ വറ്റി ഈ ജലാംശം നല്ല വറ്റി വരും. അതാണ് ഇത്രയും ഇതിൽ സ്റ്റൗവിൽ നമുക്ക് തിള വരുന്നത്. കൂടുതൽ പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമുക്കത് ചെയ്യാം. എങ്ങനെയായാലും നമുക്കത് പുറത്തേക്ക് പോവില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇത് ചെയ്യണില്ല. അതാണ് നമുക്ക് ഏറ്റവും അതിലത്തെ ഒരു പ്രാധാന്യം നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ആ എണ്ണയുടെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ബോട്ടിലാക്കിയിട്ടുണ്ട് ഈ എണ്ണ. ഇതിൻ്റെ പേര് നീലാഞ്ജന ഹെയർ ഓയിൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മുടി നന്നായിട്ട് കറക്കും, എന്ന് വെച്ചാൽ അകാലം നര. പിന്നെ മുടി കൊഴിച്ചിലിന് നല്ലതാണ്, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ ഈ എന്താ മുടിക്ക് ഒരു പിളരൽ സംഭവിക്കാറുണ്ട് ചില ആൾക്കാർക്ക്, അപ്പോൾ അതും ഉണ്ടാവില്ല. സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. അലർജി അല്ലെങ്കിൽ തുമ്മലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ എണ്ണകൾക്കില്ല. അപ്പോൾ ഈ എണ്ണ ഇപ്പോൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. പേര് നീലാഞ്ജന എന്നാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ പറഞ്ഞു തരാം നമ്പർ. അതുകൂടാതെ ഈ വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പിന്നെ ആവശ്യപ്പെടാം. അതല്ല ഇനി ഇത് കൂടാതെ ഏതെങ്കിലും പാർട്ടിക്ക് ഈ എണ്ണ സ്വന്തം ബ്രാൻഡിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം. പിന്നെ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും പ്രത്യേകിച്ച് പേരിടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിലോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എന്ന് വെച്ചാൽ ഞങ്ങൾ എണ്ണ തയ്യാറാക്കിയിട്ട് തരും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ അത് ഇറക്കുക. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ ഇതാണ് എണ്ണ നീലാഞ്ജന എന്ന് മറക്കണ്ട. അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറൊക്കെ ഇതിനോടൊപ്പം വീഡിയോനോടൊപ്പം ഉണ്ട്. ഓക്കെ. പിന്നെ നമ്പർ ഞാനൊന്ന് പറഞ്ഞുതരാം. 70 34 20 98 94. ഒന്നും കൂടെ പറഞ്ഞുതരാം. 70 34 20 98 94. ഓക്കെ.